ഈ ആലപ്പുഴക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. അതെ, അത് കണ്ട് തന്നെ ദേ പ്രകൃതി നന്നായിട്ട് ആഘോഷിച്ച് നിൽപ്പുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും പഴമായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ വലിയ സ്പെഷ്യലൊന്നുമില്ല. പിന്നെ മിക്ക വീടുകളിലും ഈ വള്ളംകളി പ്രമാണിച്ച് നമ്മുടെ ഗസ്റ്റും ആൾക്കാരും ഒക്കെ വരുന്ന പ്രമാണിച്ചിട്ട് അവിടെ സ്പെഷ്യലൊക്കെ കാണും കേട്ടോ. നമ്മുടെ വീടും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകണം ഈ വള്ളംകളി നടക്കുന്ന സ്ഥലത്തേക്കൊരു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റത്തെ യാത്രയും കൂടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ബഹളമായിരിക്കും. ഇന്ന് നമുക്ക് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. പണ്ടൊരു യൂട്യൂബിൽ ഞാൻ ഗഫൂർക്ക പറഞ്ഞു കണ്ടിട്ട് ഈ ഒരു കോവയ്ക്ക ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ഈ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി മൂലം ഞാൻ ഈ കോവയ്ക്കയോട് എനിക്ക് അഡിക്ഷൻ തുടങ്ങിയാണ്. ഭയങ്കര ഇഷ്ടം. എനിക്ക് കോവയ്ക്ക എങ്ങനെ വെച്ചെന്നാലും ഞാൻ കഴിക്കും. അങ്ങനത്തെ ഒരു അഡിക്ഷനാണ് എനിക്ക്. അങ്ങനെ അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്, ഇടയ്ക്കൊരു വെയിലും ഉണ്ട് കേട്ടോ. സാധാരണ എല്ലാ വർഷവും ഈ വള്ളംകളി സമയത്ത് ഇതുള്ളതാണ്. രാവിലെ ആയപ്പോൾ തന്നെ ഉമ്മച്ചി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാപ്പിച്ചതേ നെമ്മീൻ കുഞ്ഞെന്നോ അല്ലെങ്കിൽ വരിമീൻ കുഞ്ഞെന്നോ ഒക്കെ പറയുന്നത് ഈ കുഞ്ഞു മീമി വലിയ മീമി കൊണ്ടുവന്നു കേട്ടോ. മീനെന്നാൽ ഒന്ന് മുളകും മല്ലിയും വറുത്തരച്ച് കറി വയ്ക്കാമെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒഴിച്ചുകറിയുടെ കൂടെ കൂട്ടിന് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചാറുകറിക്ക് പറിക്കാൻ പോയപ്പോഴാണ് ഭയങ്കര ബഹളവും പോലീസ് വണ്ടിയുടെ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്തെന്ന് വെച്ചാൽ വേറൊരു ദിവസം ഇല്ലാത്ത തിരക്ക് ഇന്നായിരിക്കും. കാരണം റോഡിലേക്ക് നമുക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. അമ്മാതെ ബഹളമായിരിക്കും കേട്ടോ. ടൂറിസ്റ്റുകളും വണ്ടികൾ വരവും മന്ത്രിമാരും ഒക്കെ വരവും പൊക്കൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ നേരെ വന്ന് നമ്മുടെ മീനിലേക്ക് കൈവച്ചു കേട്ടോ. ഈ മീനിങ്ങനെ പതുപതുവെന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സ്റ്റിഫായിട്ട് ഇരുന്നാലും നമുക്കതൊന്ന് വെട്ടാൻ പറ്റും. അങ്ങനെ മീനൊക്കെ വെട്ടിയതേ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നെന്താ വിശേഷം? എല്ലാവരും വള്ളംകളി കണ്ടോ? അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.